ഭാരതം വിശ്വത്തിന് നൽകിയ മഹത്തായ സംഭാവനകളിൽ ഒന്നാണ് യോഗശാസ്ത്രം. ലോകം 11ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ 21 ആഘോഷിച്ചു. ഇതിൻ്റെ ഭാഗമായി പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം 22 ഞായറാഴ്ച മലപ്പുറം MSP കമ്മ്യൂണിറ്റി ഹാളിൽ വിശ്വയോഗ ദിനം സമുചിതമായ പരിപാടികളോടുകൂടി ആചരിച്ചു. മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി യോഗം ഉദ്ഘാടനം ചെയ്തു. പുറത്ത് കാണുന്ന ശാരീരിക ദൃഢതയേക്കാൾ കൂടുതൽ മനസ്സിനകത്ത് കാണുന്ന അതീവ സുന്ദരമായിട്ടുള്ള മനസ്സമാധാനം എന്ന് പറയുന്നത് പുറത്തേക്ക് കാണുന്ന റിഫ്ലക്ഷനിൽ പെട്ടതല്ല. അത് കൊടുക്കാൻ നിങ്ങളെപ്പോലെ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ കഴിയൂ. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചു നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. മുഖ്യപ്രഭാഷണം ബ്രഹ്മകുമാരീസ് മലപ്പുറം പാലക്കാട് ജില്ലകളുടെ മുഖ്യ സഞ്ചാലിക രാജയോഗിനി ബ്രഹ്മകുമാരി മീന ബഹൻജി നിർവഹിച്ചു. യോഗിയായി ജീവിക്കുക എന്താ അർത്ഥം? സിമ്പിൾ. നമ്മൾ വിചാരിക്കേണ്ട യോഗിയായി ജീവിക്കുക അർത്ഥം കാട്ടിൽ പോയിരിക്കണോ? നമ്മുടെ മനസ്സിലെ ചിത്രം, യോഗി ജീവിതത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് നമ്മുടെ പഴയ കാലഘട്ടത്തിലെ പുരാണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ശാരദാദേവിയുടെയും യോഗി ജീവിതത്തിൻ്റെ സുന്ദര ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ സുന്ദര ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അവരാരും കൈയും കെട്ടി റൂമിൻ്റെ ഉള്ളിൽ മിണ്ടാതിരുന്ന് യോഗി ജീവിതം ജീവിച്ച, അല്ലെങ്കിൽ യോഗാസനങ്ങളുടെ കേവലം ചിത്രങ്ങൾ കാണിക്കുന്ന ശാരീരിക അഭ്യാസം മാത്രം ചെയ്തവരായിരുന്നില്ല. പിന്നെയോ അവരെല്ലാം ജീവിച്ച് ജീവിതം കൊണ്ട് അല്ലേ സ്വയത്തിനും സ്വമംഗളവും കുടുംബമംഗളവും ജനമംഗളവും രാഷ്ട്രമംഗളത്തിനും വിശ്വമംഗളത്തിനും നിമിത്തമായ ശ്രേഷ്ഠ ജീവിതം ജീവിച്ചവരാണ്. യോഗ പരിശീലനം ബ്രഹ്മകുമാർ ഗോപാലകൃഷ്ണനും നിർവഹിച്ചു. ചടങ്ങിൽ പതഞ്ജലി യോഗ റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടർ ആചാര്യശ്രീ ഉണ്ണിരാമൻ മാസ്റ്റർ യോഗ ആസനങ്ങൾക്കൊപ്പം ആശംസകളും അർപ്പിച്ചു. വേങ്ങര നിയോജകമണ്ഡലം മുൻ MLA KN ഖാദർ, ഞാനിവിടെ ഒരു പുതിയ ആളല്ല. ഏതാണ്ട് 20 വർഷമായി ബ്രഹ്മകുമാരീസിൻ്റെ പലവിധ പരിപാടികളിലും പല സ്ഥലത്തും പങ്കെടുത്തിട്ടുള്ള ആളാണ്. അതിനിടയിൽ BKയുടെ ധാരാളം ക്ലാസ്സുകൾ കേൾക്കാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പത്രപ്രവർത്തകനും ആർട്ടിസ്റ്റുമായ ഉസ്മാൻ ഇരുമ്പുഴി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. MSP ആർമഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ബാബു P, പരിസ്ഥിതി പ്രവർത്തകൻ സുന്ദർരാജ്, മലപ്പുറം തൃപ്രാന്തക ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ വിജയൻ മീമ്പാട്ട് എന്നിവരും യോഗ ചടങ്ങിൽ സംബന്ധിച്ചു. ബ്രഹ്മകുമാരീസ് അട്ടപ്പാടി സേവന കേന്ദ്രം കോർഡിനേറ്റർ ബ്രഹ്മകുമാരി സുനിതാ ബഹൻ സ്വാഗതവും, ബ്രഹ്മകുമാരീസ് കോട്ടകൽ ശാഖയുടെ കോർഡിനേറ്റർ ബ്രഹ്മകുമാരി ശാന്താ ബഹൻ നന്ദിയും അർപ്പിച്ചു.